നമസ്കാരം. ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പൊതുവായ ഒരു പരാതിയുണ്ട്. മാസം പകുതി ആകുമ്പോഴേക്കും പോക്കറ്റ് കാലിയാകുന്നു എന്നാണ് ആ പരാതി. ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവനായാലും 10,000 രൂപ വാങ്ങുന്നവനായാലും ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റമില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകപ്രശസ്തമായ സീറോ ബേസ്ഡ് ബജറ്റിംഗ് എന്ന വിദ്യയെക്കുറിച്ചാണ്. ജപ്പാൻകാരുടെ ആ പഴയ കക്കാംബോ രീതിയുടെ ഒരു പുത്തൻ പതിപ്പാണിത്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ സീറോ ബേസ്ഡ് ബജറ്റിംഗ്? കേൾക്കുമ്പോൾ വലിയ സാമ്പത്തിക ശാസ്ത്രമാണെന്ന് തോന്നുമെങ്കിലും സംഗതി വളരെ ലളിതമാണ്. നിങ്ങളുടെ മാസ വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ എല്ലാ ചിലവുകളും കുറച്ചു കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന തുക 0 ആയിരിക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റ് ചൊളിക്കുന്നുണ്ടാകും അല്ലേ? എല്ലാം ചിലവാക്കി 0 ആക്കണമെന്നാണോ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇവിടെയാണ് ഈ രീതിയുടെ മാജിക്. ഈ 0 എന്നത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് 0 ആക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയ്ക്കും ഓരോ ജോലി കൊടുക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഓരോ ചിലവുകളായിട്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. ചുരുക്കത്തിൽ 1 രൂപ പോലും എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിം കൂടിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ശമ്പളം വരുന്നു, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പണം ചിലവാക്കുന്നു, അവസാനം കയ്യിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ മിക്കവാറും മാസങ്ങളിൽ ഒന്നും ബാക്കി ഉണ്ടാകാറില്ല. എന്നാൽ സീറോ ബേസ്ഡ് ബജറ്റിംഗിൽ നമ്മൾ കളി തിരിച്ചു കളിക്കുന്നു. ശമ്പളം വരുമ്പോൾ തന്നെ സേവിങ്സിന് ഒരു വിഹിതം മാറ്റിവെക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള പണം കൊണ്ട് എങ്ങനെ മാസം തള്ളി നീക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നു. ഇനി ഇതെങ്ങനെ പ്രായോഗികമായി ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾ ഒരു ഡയറിയോ അല്ലെങ്കിൽ മൊബൈലിലെ ഒരു നോട്ട് പാഡോ ഉപയോഗിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ആകെ വരുമാനം എഴുതുക എന്നതാണ്. ശമ്പളം മാത്രം പോരാ, നിങ്ങൾക്ക് കിട്ടുന്ന വാടകയോ സൈഡ് ബിസിനസ് വരുമാനമോ ഇൻസെന്റീവ്സോ എന്തായാലും അത് കൃത്യമായി എഴുതണം. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ നിർബന്ധിത ചിലവുകൾ ലിസ്റ്റ് ചെയ്യുക എന്നതാണ്. വീട്ടുവാടക, ലോൺ EMI, കറണ്ട് ബില്ല്, കുട്ടികളുടെ ഫീസ്, ഇൻഷുറൻസ് പ്രീമിയം എന്നിവ ഇതിൽ വരും. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതശൈലി ചിലവുകൾ അല്ലെങ്കിൽ വേരിയബിൾസ് എക്സ്പെൻസ്. എപ്പോഴും നമ്മുടെ ബജറ്റ് തെറ്റിക്കുന്നത് ഇതാണ്. പെട്രോൾ, ഗ്രോസറി, പുറത്തുനിന്നുള്ള ഭക്ഷണം, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ, അനാവശ്യമായ ഓൺലൈൻ ഷോപ്പിംഗ് എന്നിവ ഇതിൽ വരും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ബജറ്റ് ഇടുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടി 1 രൂപ പോലും മാറ്റിവെക്കില്ല. ഇതൊരു വലിയ അബദ്ധമാണ്. മനുഷ്യ സഹജമായ ആഗ്രഹങ്ങളെ അടിച്ചമർത്തി അധികകാലം നമുക്ക് ഈ ബജറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സിനിമ കാണാനോ ഒരു ചെറിയ യാത്രയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം കഴിക്കാനോ വേണ്ടി ഒരു ചെറിയ തുക ഫണ്ട് മണിയായി മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ ഈ ബജറ്റിങ്ങിനോട് നിങ്ങൾക്കും ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു 50,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? വീട്ടു ചെലവിനും ഗ്രോസറിക്കും 8,000 രൂപ, യാത്രയ്ക്കും പെട്രോളിനും 4,000, ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിങ്സ് 10,000 രൂപ, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് 3,000 രൂപ, വിനോദത്തിനും അത്യാവശ്യ പർച്ചേസിനും 5,000 രൂപ. ഇനി ഒരു 5,000 രൂപ കൂടി ബാക്കിയുണ്ട് എന്ന് കരുതുക. ആ തുക നിങ്ങൾ വെറുതെ അക്കൗണ്ടിൽ ഇടരുത്. അത് നിങ്ങളുടെ എമർജൻസി ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാനോ വേണ്ടി വകയിരുത്തുക. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ വരുമാനമായ 50,000 രൂപയും കൃത്യമായി വകയിരുത്തി കഴിഞ്ഞു. ബാലൻസ് 0. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ മാസവും നിങ്ങൾ എവിടെയാണ് പണം കൂടുതൽ കളയുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ കരുതാത്ത അത്രയും തുക സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ പോകുന്നുണ്ടാകാം. അത് കണ്ടെത്തി തിരുത്താൻ ഈ രീതി നിങ്ങളെ സഹായിക്കും. ഇനി ഈ രീതി വിജയിക്കാൻ വേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1. ഓരോ മാസവും പുതിയ ബജറ്റ് തയ്യാറാക്കണം. കഴിഞ്ഞ മാസത്തെ അതേ ബജറ്റ് ഈ മാസവും നടക്കില്ല. കാരണം ഈ മാസം ചിലപ്പോൾ ഒരു കല്യാണം ഉണ്ടാകാം, അല്ലെങ്കിൽ കാറിന്റെ സർവീസിംഗ് ഉണ്ടാകാം. അതുകൊണ്ട് ഓരോ മാസവും പ്ലാൻ പുതുക്കണം. 2. കൃത്യത പാലിക്കുക. 100 രൂപയുടെ ചിലവാണെങ്കിൽ പോലും അത് ബജറ്റിൽ വരണം. അക്കൗണ്ടിൽ നിന്ന് പണം എങ്ങോട്ട് പോകുന്നു എന്ന് ഡിജിറ്റലായി ട്രാക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. 3. എമർജൻസി ഫണ്ട്. ബജറ്റിന് പുറത്തുള്ള ഒരു അത്യാവശ്യം വന്നാൽ നിങ്ങളുടെ ഈ സീറോ ബേസ്ഡ് പ്ലാൻ മൊത്തം തകരും. അതൊഴിവാക്കാൻ ഒരു 3 മാസത്തെ ശമ്പളമെങ്കിലും എമർജൻസി ഫണ്ടായി സേവ് ചെയ്തു വെക്കണം. പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്റെ വരുമാനം വളരെ കുറവാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന്. സത്യത്തിൽ വരുമാനം കുറഞ്ഞവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. കാരണം ഉള്ള പണം കൊണ്ട് എങ്ങനെ അന്തസ്സായി ജീവിക്കാമെന്നും കടക്കണിയിൽ വീഴാതെ എങ്ങനെ നോക്കാമെന്നും ഈ രീതി നിങ്ങളെ പഠിപ്പിക്കും.
സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു വലിയ ശമ്പളത്തിലല്ല, മറിച്ച് ശരിയായ ശീലങ്ങളിലാണ് ഇരിക്കുന്നത്. ഈ 2026-ൽ നമുക്ക് നമ്മുടെ പണത്തിന്മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാം. അടുത്ത മാസം ശമ്പളം വരുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം. നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ കൊച്ചു കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത വളർത്താൻ ഈ ചെറിയ അറിവുകൾ സഹായിക്കും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി എക്കണോമിക്സ് ടൈംസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.